Hi, welcome to Srra Qualifiers. നമ്മളപ്പോൾ ഉടനെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 68 പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഉടനെ ജോയിൻ ചെയ്യും. സംഗീതനസ് ബ്രോ ഹായ് പറയുന്നത്. ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു സ്ട്രീം. നോക്കട്ടെ എവിടെയാണ്, നമുക്ക് നോക്കി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഐ ഡി ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഞാൻ പോസ്റ്റ് ഇമേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സമയം 5 മണിയാകുമ്പോൾ പോകുന്നു. 5 മണിയാകുമ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. 5 മണിയാകുമ്പോൾ തന്നെ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ മാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ടാക്കുന്നതാണ്. 5 മണിയായിട്ടുണ്ട്. സോ റെഡി, 1 2 3 സ്റ്റാർട്ടായിട്ടുണ്ട്. മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇറാങ്കിലാണ് മാപ്പ്. ഇറാങ്കിൽ മാപ്പ് നമുക്ക് 68 പേര് ജോയിൻ ചെയ്തു. 68 പേര് വെച്ച് ഇറാങ്കിൽ മാപ്പ് നോക്കുന്നത് ഏതൊക്കെ ടീം ഏതൊക്കെ സ്ലോട്ടിൽ ജോയിൻ ചെയ്യുന്നുള്ളത് നോക്കാം എവിടെയൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇത്ര നേരം പോസ് വെച്ചിരിക്കുകയാണ്. പോസ് ചെയ്യുക ഞാനാണ് സ്ക്രീൻ ചെയ്തത്. ഷാൻ സാർ, അൺനോൺ സാർ എത്തിയിട്ടുണ്ട്. അൺനോൺ സാർ, വെൽക്കം ടു സ്ട്രീം. അൺനോൺ സാർ ഓൺ ദ സ്ട്രീം. അൺനോൺ സാർ ലൈവ് കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ, ലോഗിൻ ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഫാസ്റ്റ് ചോദ്യം. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. 69 രൂപ വെച്ചാണ് മാച്ച് സ്റ്റാർട്ടാക്കുന്നത്. സോ എന്തായാലും സ്ലോട്ട് ലിസ്റ്റൊക്കെ എടുത്തേക്കാം. ഈ പറഞ്ഞ പോലെ ഞാനാണിന്ന് ലൈവ് ഐ ഡി ക്രിയേറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ ലൈവ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതെന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ മാൻ. വലിയ വിഷയമുണ്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പണി വാളിയിട്ടുണ്ട്. സ്ക്രോളിങ് എന്നുള്ള പരിപാടിയില്ല. സ്പെക്കിൻ്റെ ഗ്ലിച്ചുണ്ട്. ഗ്ലിച്ചുള്ളതുകൊണ്ട് തന്നെ സ്ക്രോളിങ് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് സ്ലോട്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം. സ്ക്രോളിങ് ഓപ്ഷൻ ഇല്ല, പണി. സ്ക്രോളിങ് ഓപ്ഷൻ ഇല്ല ഗൈസ്. അതിനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനൊരു ഗ്ലിച്ച്, പുതിയ തരത്തിലുള്ള ഗ്ലിച്ചുകൾ ഓരോന്നായിട്ട് പബ്ജി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോളിങ് ഗ്ലിച്ച് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷേ ഇന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഇപ്പോൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് കളി നോക്കി നോക്കാം, എന്താണ് സംഭവിക്കുക, കളി എവിടേക്ക് മാച്ച് പോകാമെന്നൊക്കെ കണ്ടു നോക്കാം. എന്തായാലും ഫൈറ്റ് വരുന്നിടത്തോട്ട് പോകാം. അപ്പോൾ അത് മാത്രമേ നിവൃത്തിയുള്ളൂ. പക്ഷേ റിസൾട്ടിൻ്റെ കാര്യം ഒരു ഇഷ്യൂ ഉണ്ട്. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കണോ? ആകെ പണി പാടില്ല. ഇതിനെയാണോ പണിപ്പാളുക എന്ന് പറയുന്നത്? കേൾക്കാം പോലും ഷാൻസാക്കി ചെയ്യാം. ഓക്കെ, ഷാൻസാ കേൾക്കാൻ നോസിൻ ഇവിടെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വിഷയമാണ്. എന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കില്ല. ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക എന്നുള്ളത് നോക്കട്ടെ. ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക നോക്കട്ടെ. ഫൈറ്റ് നടക്കാൻ പോകുന്നത് നല്ല ലെവൽ. ഷാൻസാർ വേറെ ലെവൽ നടക്കുക. സാർ ഷാൻ എന്ന് പറയുന്ന കാര്യം ഇറക്കി വരുന്നത്. പിന്നെ അല്ല, എന്താ ലൈവ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. ഫൈറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് റൂട്ട് നടക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെടാനായിട്ട് മിലിറ്ററി ബേസ്ഡുള്ള ഫ്ലൈറ്റ് റൂട്ടായിരുന്നു. എവിടെയാണ് അടി നടക്കാൻ പോകുന്നത് നോക്കിയാൽ ഫസ്റ്റ് ഫൈറ്റ് ഫെറി പിയറിൻ്റെ സൈഡ് റൂട്ടാണ് അടി നടക്കാൻ പോകുന്നത്. ഡൗട്ടുണ്ട്. അവിടെ നമ്പർ 5 നമ്പർ 11 എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ, മാപ്പ് എന്തായാലും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭാഗ്യം. സോ എന്തായാലും നമ്പർ 5 നമ്പർ 11 എല്ലാം കൂടെ ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഫൈറ്റ് എവിടെയാണ്? അത് മിലിറ്ററി ബേസിലൂടെ ചിലപ്പോൾ അടി നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്പർ 5 അടുത്ത് നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നമ്പർ 5 കൂടെയാണ്. നമ്പർ 5 IG ടീമും MDX ടീമും ഒരുമിച്ചാണ് ഇറങ്ങുന്നത് തോന്നുന്നത്. അല്ല, MDX ബാക്ക് ഇറങ്ങുന്നു. സോ അവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് നേരെ സെലോട്സ് ടീമിനോട് പോയാലോ. സെലോട്സ് ടീം വേഴ്സസ് ടീം 16 ചിലപ്പോൾ ഒരു ഫൈറ്റ് നടക്കാം. അത് പുച്ചിങ്ങിനോട് പോയി നിൽക്കാം. പുച്ചിങ്ങിൽ ഓൾറെഡി ഫൈറ്റ് നടക്കുന്നു തോന്നുന്നു. പുച്ചിങ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഷോർട്ട് ടീമുണ്ട്. ഷോർട്ട് ടീമിൻ്റെ കൂടെ തന്നെ ഓക്സൺ ടീമുണ്ട്, NC ടീമുണ്ട്. NC ടീമും ഷോർട്ട് ടീം ആക്ഷൻ ടീമുണ്ട്. ഇപ്പോൾ നോക്കട്ടെ അവിടെ എന്ത് നടക്കുക നോക്കാം. സോ ഇവിടെ നോക്കാം. NC ടീമുണ്ട്, ഓക്സൺ ടീമുണ്ട്, ഷോർട്ട് ടീമുണ്ട്. സോ ഇവിടെ ഫൈറ്റ് നടക്കാം. പുച്ചിങ്ങിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കില്ല എന്നുള്ള അറിയില്ല. എന്തായാലും ലൈവ് എടുക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 21 ടീമും 69 പേരും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 21 ടീമും 61 പേരും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്തായാലും സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷയമുണ്ട്. പണി പാടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്തായാലും നോക്കാം. അവിടെ ആദ്യം അറിയിക്കുന്നു ആൽഫ TN ടീം അടിക്കുന്നു. TN ടീമിൻ്റെ ഫൈറ്റ് എവിടെ നടക്കുന്നുണ്ടല്ലോ. TNX എക്സ്കാലിബർ TN ടീം എവിടെയാണെന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ തരണം. ഇല്ലെങ്കിൽ പണി പാടും. എനിക്കൊന്നും കാണാൻ പറ്റില്ല. TN ടീം ഒരാളെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. TN ടീം ആരെയാണ് നോക്കൗട്ട് ആക്കിയത്? TN ടീമിനെ നോക്കി. TN47 അവിടെയാണ് അടി നടക്കുന്നത്. സോ TN47 അങ്ങോട്ട് പോയി നോക്കാം. TN ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. TN എക്സ്കാലിബറിൻ്റെ കില്ലർ കൺഫേം ചെയ്തു. TNൻ്റെ നിക്കിനെ ഒരു സെലോട്സ് ആട്ടത്തിനടിച്ച് നോക്കൗട്ട് ആകുന്നു. TN47 നിക്കൂടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. TN47 നിക്കോടെ നിൽപ്പുണ്ട്. TN47 നിക്ക് അടിച്ചു. എൻ്റെ പൊന്നെ ഫിനിഷ് കറക്റ്റായിട്ട് നിന്ന് കയറി അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നേരെ വേറെ എവിടെ ഫൈറ്റ് നടക്കുന്നത്? നമുക്ക് മച്ചാൻസിനടുത്ത് ഫൈറ്റ് നടക്കുന്നു. മച്ചാൻസിനടുത്തോട് പോയി നോക്കാം. മച്ചാൻസിനോട് ഫൈറ്റ് നടക്കുന്നുണ്ട്. മച്ചാൻസിൻ്റെ അടുത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മച്ചാൻസ് ഫൈറ്റ് കഴിഞ്ഞോ?
മറ്റാൻസിൻ്റെ മെമ്പർ അടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാൻസ് മെമ്പർ KDCയുടെ അവാസിനെ അടിച്ച് നോക്കൗട്ടാക്കി. സോ ഒരു പ്ലെയറിനെ അടിച്ച് നോക്കൗട്ടാക്കി. അടുത്ത പ്ലെയർ അവാസിൻ്റെ KDCയുടെ പ്ലെയറിനെയാണ് അടിച്ച് നോക്കൗട്ടാക്കി കില്ല് കൺഫേം ചെയ്ത് 2 പ്ലെയറിനെ ഫിനിഷാക്കി. ഇനി ഒരു പ്ലെയറും കൂടെ 2 പ്ലെയറും കൂടെ മാത്രമേ ഉള്ളൂ. സോ മറ്റാൻസിന് ഒരു വണ്ടി ഓട്ടിച്ചിട്ട് അടിക്കുന്ന പ്ലെയറാണ്. ഓട്ടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. COD ടീമിനിടയ്ക്ക് COD ടീം ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇടിച്ച് നോക്കൗട്ടാക്കിയിട്ടുണ്ട്. വണ്ടി ഇടിച്ച് നോക്കൗട്ടാക്കി. അടുത്ത ആളെ നോക്കൗട്ടാക്കി. എൻ്റെ മൊത്തം ഒരാളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അയാളെയും ഇപ്പോൾ ഫിനിഷാക്കാൻ സാധ്യതയുണ്ട്. KD അക്കർമാനെ വണ്ടി ഇടിച്ച് ഫിനിഷാക്കി. സോ അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാവരെയും വണ്ടി അവർ തീർത്തിട്ടുണ്ട്. നോക്കട്ടെ സെലോട്ട്സിനടുത്ത് നടക്കുന്നത്. സെലോട്ട്സ് COD ആണ് നടക്കുന്നത്. COD അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. COD അടിച്ച് ഫിനിഷാക്കി. സെലോട്ട്സിൻ്റെ പ്ലെയറിന് വണ്ടി ഇടിക്കാൻ നോക്കി. പക്ഷേ വണ്ടി ഇടിച്ച് അവർക്ക് തോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സെലോട്ട്സ് ടീം അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കിയിട്ടുണ്ട്. സെലോട്ട് വരുന്ന റൈസ് ഗെയിം ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു TNX എക്സ്കാലിബർ ഓപ്പ് ചെയ്യുന്നത്. പക്ഷേ TNX എക്സ്കാലിബർ തീർന്നു പോയി. സോ എന്നാൽ അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക? ഷോട്ട് അടിക്കുന്നു. ഷോട്ടായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ഷോട്ടിനെ കൊണ്ട് പോകാൻ ഷോട്ട് ഓക്സൺ പ്ലെയറിനെ അടിക്കുന്നുണ്ട്. ഷോട്ട് ഓക്സൻ്റെ പ്ലെയർ അടിക്കുന്നു. എവിടെയാണ് അടിക്കുന്നത്? ഓക്സൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട് ആണ്. ഓക്സൻ്റെ പ്ലെയർ നോക്കൗട്ട് അല്ല, ഫിനിഷ് ആക്കുന്നു. TNX 18th സ്ലോട്ട് ബ്രോ. ഒരു പക്ഷേ ഞാൻ സ്ലോട്ട് 18 ഒന്ന് കാണിക്കാൻ. സ്ലോട്ട് 18 തീർന്നിട്ടുണ്ട് ബ്രോ. TN എക്സ്കാലിബർ ആയിരുന്നു. അവർ തീർന്നിട്ടുണ്ട്. സോ എന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്. ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഷോർട്ട് ടീം ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ NC ടീമുണ്ട്. ഓക്സൻ ടീമിൽ ഒറ്റ ഒരാൾ ഇറങ്ങുന്നു. NC ടീമിൽ ഒരാൾ ഇറങ്ങി അയാളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 9 ഓക്സൻ ടീം. സോ അയാളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് ലൈവ് കാണാം. നമുക്ക് എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വാസം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. സോ NC ടീം ഷോർട്ട് ടീം തമ്മിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. വേറെ എവിടെയും ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടെന്നെങ്കിൽ വേറെ അടുത്തും അങ്ങനെ ഒരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. ചിലപ്പോൾ 22-10 തമ്മിൽ ചിലപ്പോൾ നടന്നേക്കും. ഒന്നും ചാൻസ് കുറവാണ്. നോക്കാം. ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാലും കാണിക്കാം. എന്നാലും ഷോർട്ട് ടീമിൻ്റെ NC ടീമിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ അടിക്കുന്നുണ്ട്. ഫൈറ്റ് ഇരിക്കുന്നു. അടിച്ചിട്ട് നടക്കുന്നില്ല. ഒന്നും കണക്റ്റ് ആവുന്നില്ല. എനിക്കൊന്നും ഇവിടെ മോളിൽ നിൽക്കാനുള്ള പ്ലാനാണ്. മോളിൽ നിൽക്കുന്നുണ്ട്. നൈസായിട്ട് ഷോർട്ട് ആൽഫയ്ക്ക് നല്ല ടാഗ് കൊടുത്തു. ഷോർട്ട് ആൽഫയ്ക്ക് നല്ല ടാഗാണ് കൊടുത്തിരുന്നത്. ഷോർട്ട് ആൽഫയ്ക്ക് ആരാണ് ടാഗ് കൊടുത്തത്? കിങ് നാസി നൈസായിരിക്കുന്നു. കിങ് നാസിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പോകുന്നില്ല. കിങ് നാസിനെ അടിച്ചുകൊണ്ട് കിങ് നാസിയോട് നല്ല ടാക്ക് കൊടുത്തു. കിങ് നാസി വീണ്ടും ഗ്രനേഡ് ചറ അറിയുന്നുണ്ട്. റിസൾട്ട് ഉണ്ടാക്കില്ല. മുകളിലല്ല, താഴെ എറിഞ്ഞ കുറച്ച് റിസൾട്ട് ഉണ്ടായിരുന്നു. മുകളിൽ എറിഞ്ഞിട്ടുണ്ട്. മുകളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ ആരുമില്ല അവിടെ. എന്തായാലും നോക്കാം അവിടെ എന്തായാലും ഷോർട്ട് ടീം അതുപോലെ നമ്മുടെ NC ടീം നാസി ടീം തമ്മിലാണ് ഫൈറ്റ്. നാസി ടീമായിട്ട് ഫൈറ്റ് എടുക്കാറ്. നാസി ടീം ഷോർട്ട് ടീമായിട്ടുള്ള കട്ട ഫൈറ്റ് നടക്കുകയാണ്. സോ ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീം ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലൈവ് കണ്ടിട്ട് എല്ലാ ലൈവ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്. വേറെ എവിടെയും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ വേറെ ഫൈറ്റ് പ്രധാനമായിട്ടും 22 അടുത്ത ഒരു ഫൈറ്റാണ്. 22 തൊട്ടടുത്ത് 10 ഉണ്ട്. 22 റോ ടീം വേഴ്സസ് 22 വൈപ്പർ ടീം അതവിടെ കാണിച്ചിട്ടുണ്ട്. TOD കാണിക്കാൻ ബ്രോ. 22 ആയിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. TOD 22 ആയിട്ട് കാണിക്കാം. 22 വേഴ്സസ് 10 നടക്കുന്നത്. TOD ടീം സേഫാണ് ബ്രോ. TOD ടീം സെവർണിയിലാണ്. വേറെ ഫൈറ്റും നടക്കുന്നതിന് വിഷയമില്ല. ഇവിടെ NC നാസി അടിച്ചു. റേജ് ഗെയിമിംഗ് താങ്ക് യു ബ്രോ. താങ്ക്സ് ഫോർ സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രൈബ് ചെയ്താൽ നന്ദി. എന്തായാലും നമുക്ക് ഫൈറ്റ് ഒക്കെ അടിക്കുന്നു. ഫാൽക്കൺ അടിച്ച് നോക്കട്ടെ. സ്ട്രേഞ്ചർ 5 നോക്കട്ടെ. ഒറ്റയാൾ മാത്രം ബാക്കി. അവിടെ NYXS മാത്രം ബാക്കി. സ്ട്രേഞ്ചറിൻ്റെ കില്ല് കൺഫേം ആക്കുന്നു. NYXS ഇവിടെ നിൽപ്പുണ്ട്. NYXS നൈസായിട്ട് കവർ എടുത്ത് കിടപ്പുണ്ട്. അടിയെടുക്കാതെ നൈസായിട്ട് കവർ എടുത്തെടുക്കുക. എന്തായാലും മറ്റു 2 പ്ലെയറിന് അവർക്ക് നഷ്ടമാകുന്നുണ്ട്. സ്പെക്ട് ചെയ്യുമ്പോൾ ലോസ്റ്റ് ഫാൽക്കൻ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് മാറുന്നു. സോ 22 ടോപ്പ് NYXS മാത്രം ബാക്കിയാവുന്നു. NYXS എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഷോർട്ട് ആൽഫയുടെ കിങ് ടീം അടിക്കുന്നുണ്ട്. NYXS അടിക്കുന്നു. അടിച്ച് ഫിനിഷ് ആകുന്നു. ടീം 22 കംപ്ലീറ്റ് വൈപ്പ് ആകുന്നു. നമുക്ക് ഷോർട്ട് ടീമിൻ്റെ അടുത്ത് പോയി നോക്കാം. ഷോർട്ട് ടീമിൻ്റെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. നാസി ടീമിൻ്റെ അവസ്ഥ. ഷോർട്ട് ടീമിൻ്റെ നോക്കൗട്ടാണ്. ഷോർട്ട് ആൽഫയുടെ ഗ്രനേഡ് കഴിഞ്ഞ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഷോർട്ടിൻ്റെ ക്രാക്ക് ഷോട്ട് ഓഫ്ലൈൻ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ക്രാക്ക് ഷോട്ട് സ്റ്റിൽ ഓഫ്ലൈനാണ് തോന്നുന്നത്. റൗഡി ഷോട്ട് ഓടി ചാടി നിൽപ്പുണ്ട്. നോക്കാം. ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീമാണ്. എനിക്കൊന്ന് ക്രാക്ക് ഷോട്ട് ഓഫ്ലൈൻ ആണോ എന്ന് ഡൗട്ടുണ്ട്. അവിടെ അടി വരുന്നുണ്ട്. നൈസായിട്ട് അടി വരുന്നു. നോക്കി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഷോർട്ട് ടീം നൈസായിട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഒരാളെന്തായാലും ഫിനിഷ് ഒരാളെന്തായാലും നഷ്ടമായിട്ടുണ്ട്. ഷോർട്ട് ടീമിൽ ആൽഫ എന്തായാലും നഷ്ടമായിട്ടുണ്ട്. ബാക്കി പ്ലേസ് ആയിക്കൊണ്ട് റൗഡി ഷോട്ട് ടാഗ് ഇടുന്നു. റൗഡി ഷോട്ട് നൈസായിട്ട് കവർ നിൽക്കുകയാണ്. പക്ഷേ റൗഡി ഷോട്ടിനെ നൈസായിട്ട് റൗഡി ഷോട്ടുള്ള NC കിങ് നാസി അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. കിങ് നാസി നൈസായിട്ട് നോക്കൗട്ട് ആയിട്ട് റൗഡി ഷോട്ട് നൈസായിട്ട് നിൽക്കുന്നു. റൗഡി ഷോട്ട് കിങ് നാസി റിവ്യൂ എടുക്കാൻ ആൾക്കാർ പോകുന്നുണ്ട്. റിവ്യൂ എടുക്കുന്നതിന് പ്രതീക്ഷിക്കാം. പക്ഷേ ക്രാക്ക് ഷോട്ട് സ്റ്റിൽ ഓഫ്ലൈനാണ്. അതുകൊണ്ട് ഷോർട്ട് ടീം 2 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഷോട്ടിൻ്റെ റൈഡറും ഷോട്ടിൻ്റെ റൗഡി ഷോട്ട് മാത്രമാണ്. റൗഡി ഷോട്ട് ഓൾറെഡി ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഓക്സൻ ടീമിൻ്റെ കില്ലാണ് എടുത്തത്. ഓക്സൻ ടീമിൻ്റെ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ ഓക്സൻ ഒറ്റ പ്ലെയർ ഉണ്ടായിരുന്നു. അയാൾ ഫില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇവിടെ നോക്കാം. TOD ടീമിനെ കാണിക്കാൻ പറഞ്ഞു. TOD ടീമിനെ കാണിക്കുന്നവർ മറന്നിട്ടില്ല. TOD ടീമിനെ എന്തായാലും അവിടെ ഫൈറ്റ് നടക്കുന്നു.
ആരടിക്കുന്നുണ്ട് അന്നേരം അടിക്കുന്നു റൗഡി ഷോട്ട് നൈസായിട്ട് ഇവിടെ അടിക്കുന്നുണ്ട് നൈസായിട്ട് അടിക്കുന്നുണ്ട് റൗഡി ഷോട്ട് ഷോർട്ട് റൈഡറും ഷോട്ടിൻ്റെ റൗഡിയും അതുപോലെ റൈഡറും കൂടെ രണ്ട് സൈഡിലായിട്ട് വന്ന് നോസി ടീമിന് നല്ലൊരു ഹെഡേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്രാക്ക് ഷോട്ട് സ്റ്റിൽ ഓഫ്ലൈനാണെന്ന് എൻ്റെ വിശ്വാസം. ക്രാക്ക് ഷോട്ട് സ്റ്റിൽ ഓഫ്ലൈനാണ്, ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഓഫ്ലൈനായി നിൽക്കുകയാണ്. രണ്ടുപേർ മാത്രമേ ഉള്ളൂ. 2 vs 4 സിറ്റുവേഷനാണ്. 2 vs 4 സിറ്റുവേഷൻ. റൗഡി ഷോട്ട് പോയി നോക്കാം. റൗഡി ഷോട്ട് നൈസായിട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് TOD ഒന്ന് കാണിച്ചേക്കാം. TOD ടീമിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. TODയുടെ ഡിയോക്സിയും കാവോസും ഫേക്ക് കോപ്പി എല്ലാവരും ഇവിടെ നിന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. അവരവിടെ നിൽപ്പുണ്ട്, വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ സെറ്റായി നിൽപ്പുണ്ട്. സോ എന്തായാലും ലൈവ് കണ്ടിരിക്കുകയാണ്. ലൈവ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പോകാം. നമുക്ക് ഷോർട്ട് ടീമിനടുത്തോട്ട് പോയി നോക്കാം. ക്രാക്ക് ഷോട്ട് സ്റ്റിൽ അവിടെ ഓഫ്ലൈനിൽ നിൽക്കുകയാണ്. ഷാർട്ട് ഷോട്ട് അല്ലാതെ ബാക്കി ഷോട്ടിനെയൊക്കെ നോക്കി നോക്കാം. റൗഡിയും അതുപോലെ റൈഡർ ഇവിടെ നിൽപ്പുണ്ട്. റൗഡിയും റൈഡർ ഇവിടെ നിൽപ്പുണ്ട്. വിഷയമൊന്നുമില്ല, ഫൈറ്റൊന്നും എടുക്കുന്നില്ല. വേറെ ഒരു ഫൈറ്റ് നടക്കാനുണ്ടോ, വേറെ ഏതെങ്കിലും ടീമിനെ കാണിക്കാനുണ്ടോ പറഞ്ഞാൽ മതി, കാണിക്കാം. TODയെ കാണിച്ച് ഷോട്ട് നമ്പർ 22 കാണിച്ച് ഒരു ഫിനിഷും ആയിട്ടുണ്ട്. ഷോട്ട് വരുന്നുണ്ട്. TNS ഫിനിഷ് ആയിട്ടുണ്ട്. സോ എന്തായാലും ഷോട്ട് വരുന്നുണ്ട്. ഗെയിമിംഗ് സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. പിന്നെ മുതലാളി ഗെയിമിംഗ് സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും ലൈവ് നോക്കിയാൽ ലൈവ് കണ്ടുപിടിക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ക്രാക്ക് ഷോട്ട് സ്റ്റിൽ അവിടെ നിൽക്കുകയാണ്, ഓഫ്ലൈൻ നിൽക്കുകയാണ്. ഇവിടെ റൗഡി ഷോട്ടും റൈഡർ ഷോട്ടും ഇവിടെ നിൽപ്പുണ്ട്. ആൽഫ ഷോട്ട് നഷ്ടമായിട്ടുണ്ട്. ക്രാക്ക് ഷോട്ട് ഇതുവരെ വന്നിട്ടില്ല. ക്രാക്ക് ഷോട്ട് എന്തായാലും ഓഫ്ലൈനായി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇന്നത്തെ കളിയിൽ പിങ് ഉണ്ടെന്ന് ആരും പറയരുത്. എനിക്ക് പിങ് 24 ms ആണ്. ഇന്നത്തെ കളി പിങ് ഉണ്ട് എന്ന് ആരും പറയരുത്. 24 ms എനിക്ക് പിങ്. ഞാനാണ് റൂം ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇന്നത്തെ പിങ് ഉണ്ട് എന്ന് പറയരുത്. ഓക്കെ. സോ എന്തായാലും ലൈവ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 24-20 ലൈക്ക് പിങ് ഉള്ളത്. സോ മറക്കണ്ടാരും. ഓക്കെ. ഇതാ കണ്ടല്ലോ 24-20 അതാണ് പിങ്. ഓക്കെ. അപ്പോൾ മറക്കണ്ട. ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീം കുറച്ച് നേരമായിട്ട് കിടന്ന് നടക്കുന്നില്ല. 16 ടീം 55 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 16 ടീം 55 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് IGXനെ WMD അടിക്കുന്നത്. WMD വേഴ്സസ് IGX നടക്കുന്നുണ്ട്. എവിടെയാണ് നടക്കുന്നത്? WMD വേഴ്സസ് IGX എവിടെയാണ് നടക്കുന്നത് നോക്കാം. WMD IGX ഗാർഡിയൻ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. WMD അവിടെ അല്ലല്ലോ, വേറെ വഴി നടക്കുന്നത്. IGX പ്ലെയറിനെ ഇവിടെയാണ് ഫിനിഷാക്കി ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അവരവിടെ ഫിനിഷാക്കി നൈസായിട്ട് പോയിട്ട് IGXൻ്റെ ഒരു പ്ലെയറിനെ ഫിനിഷാക്കി. IGX നേരെ പോകുന്നത് നമ്മുടെ DND ടീമിൻ്റെ അടുത്തോട്ടാണ് പോയത്. സോ TND ടീം അവിടെ മാസ്റ്റർ റൗഡി ഷോട്ട്. ഞാൻ ഇവിടുന്ന് മാറി ചെയ്ത വഴി എടുക്കുന്നത്. റൗഡി ഷോട്ട് നാസി അടിച്ച് നോക്കൗട്ട് ആക്കുന്നുണ്ട്. റൗഡി ഷോട്ട് MDX നിഞ്ച അടിച്ച് സെലോട്ട് സീജ് നോക്കൗട്ട്. MDX നിഞ്ച കില്ല് കൺഫേം ആക്കുന്നുണ്ട്. നൈസായിട്ട് ഷോട്ട് ആയിട്ട് ഗ്രനേഡ് ആയിരുന്നു. MDX ബ്രാവോ അടിച്ച് സെലോട്ട് സീജ് നോക്കൗട്ട് ആക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. MDX ടീം അങ്ങനെ വൈപ്പ് ആവുന്നു. MDX ടീം കട്ടയ്ക്ക് വൈപ്പ് ആവുന്നു. ഇവിടെ നോക്കാം. അവിടെ ഷോട്ടിൻ്റെ ടീം ഇവിടെ ഷോട്ടിൻ്റെ ടീം ഗ്രനേഡ് ചെയ്യുന്നു. അവിടെ റിവൈവ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ എന്താണ് ഷാൻസാർ വരുന്നുണ്ട്. പ്രദേശത്തിൻ്റെ പിന്നെ ഏൽക്കേണ്ട സീൻ. എന്തായാലും ലൈവ് കണ്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്. എന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഷോർട്ട് ടീമും നാസി ടീമും തമ്മിലാണ്. ഷോർട്ട് ടീമിന് 2 പേര് മാത്രമേ ഇലയുള്ളൂ. 3 പേരുണ്ട് ഇലയിൽ. പക്ഷേ ഒരാൾ ഓഫ്ലൈനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇലയുമായിട്ട് കൂട്ടാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാൽ 2 പേരും ഉണ്ട്. 2 vs 4 സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ നോക്കൗട്ട് ചെയ്ത് ഒരാളെ കില്ല് കൺഫേം ചെയ്തോ എന്ന് നോക്കിയാൽ ഇല്ല. ഒരാളെ കില്ലും കൺഫേം ചെയ്തു. 2 vs 3 സിറ്റുവേഷൻ എടുത്തുകൊണ്ടിരിക്കുക. 2 vs 3 സിറ്റുവേഷൻ എന്തായാലും നോക്കാം. അടിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം അറിയാൻ ലൈവ് കണ്ടിരിക്കുക. ലൈവ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നൈസ് ക്ലാരിറ്റി ഷാൻ സാർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അവിടെ ഗ്രനേഡ് എറിഞ്ഞു. ഷോർട്ട് റൈഡറിന് നല്ല ടാഗ് കിട്ടിയെന്ന് തോന്നുന്നു. നല്ല രീതിയിലുള്ള ടാഗ്, നല്ല ഹെൽത്ത് നന്നായിട്ട് കുറഞ്ഞു. ഷോർട്ട് റൈഡറിൻ്റെ നോക്കിയാൽ പുള്ളിയുടെ ഒരു ബാൻഡേജ് 4 ബാൻഡേജ് ഉണ്ട്. 4 ബാൻഡേജ് എത്തിയിട്ടുണ്ട്. സ്വന്തം ബാൻഡേജ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാൻഡേജ് കഴിച്ച് ഹെൽത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എവിടെയെങ്കിലും അടി നടക്കാൻ ചാൻസ് ഉണ്ടോ? അടി നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. സ്ക്രീൻഷോട്ട് മറക്കല്ലേ. അതൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ. ഇത് എനിക്ക് നെറ്റ്വർക്കിൻ്റെ അല്ല, ഇവരുടെ PUBGയുടെ ഗ്ലിച്ചാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെ അടിക്കുന്നുണ്ട്. അവിടെ നൈസായിട്ട് റൗഡി ഷോട്ട് ടാഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ് പ്രശ്നം. അതായത് അവിടെ വീണ്ടും അടിക്കുന്ന റൗഡി ഷോട്ട് നൈസായിട്ട് ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. റൗഡി ഷോട്ട് കവർ തിരിച്ചടിക്കുന്നുണ്ട്. അവിടെ നാസി ടീം നല്ല രീതിയിൽ റൗഡി ഷോട്ട് നല്ല ടാഗ് നൈസായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. മിനി 14 റെഡ് ഡോട്ടൊക്കെ വെച്ച് അടിക്കാൻ നോക്കുകയാണ്. സോ അത് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ആ ചറവറ തിരിച്ചടിക്കും. നല്ല അടി അടിക്കുന്നുണ്ട്. പക്ഷേ ടാഗൊന്നും ആവുന്നില്ല. നൈസായിട്ട് തിരിച്ച് കറക്റ്റായിട്ട് അടിച്ചു. പക്ഷേ ടാഗൊന്നും കിട്ടിയില്ല. ഹെൽത്ത് അവിടെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ അടിച്ചിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, ഇത് കണ്ടു. ഇതാണ് ഇപ്പോൾ സിന്നത്ത് മുകളിലോട്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇഷ്യൂ. എന്താ കണ്ടു ഇത്രയും വരെ നിൽക്കുകയാണ്. ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റിസൾട്ട് എടുക്കുന്ന കാര്യത്തിൽ ചെറിയൊരു ടെൻഷനിലാണ് ഞാൻ. റിസൾട്ട് കിട്ടുമായിരുന്നു. ഇത് സ്ക്രോളിങ് ഓപ്ഷൻ കിട്ടുന്നില്ല. സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. ഓക്സൻ ടീം ഇവിടെ ഉണ്ട്. ഓക്സൻ ടീമിന് അഡീഷണൽ ആണ്. ഓക്സൻ ടീമിൽ ഒരാൾ 9 മാറി കയറിയാൽ തോന്നുന്നു. ഓക്സൻ ടീമിൽ ഉണ്ടല്ലോ ബാക്കിയുള്ള. എനിക്ക് ഓക്സൻ ടീം ഓഫ്ലൈനായി പോയതായിരിക്കും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഓക്സൻ ടീം അഡീഷണൽ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. കില്ല് എടുക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. നോക്കാം. ഇവിടെ നോക്കിയാൽ ടീം നമ്പർ 8 ഉം 13 ആയിട്ടുള്ള ഫൈറ്റ് ഇവിടെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു കൺഫർമേഷൻ ഒന്നുമില്ല. ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീം. ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീമാണ് ഫൈറ്റ് നടക്കുന്നത്. ഷോർട്ട് ടീം വേഴ്സസ് നാസി ടീം.
ഈ സമയത്ത് ലൈവ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവിടെ അടി നടക്കുന്നു ഷോർട്ടിന് അടിയിട്ടുന്ന റൗഡി ഷോട്ട്, നല്ല ടാഗ് റൗഡി ഷോട്ട്. 10 people വാച്ചിങ്, അതെ 10 people വാച്ചിങ് മാറി, 8 people വാച്ചിങ് ആയിട്ട് അവിടെ ഡെഡ്ലി VPT പ്ലേ സോണിൽ വീഴുന്നുണ്ട്. പ്ലേ സോണിൽ ആരെങ്കിലുമൊക്കെ വീഴുക എന്നുള്ളതൊരു ഇതിനുള്ള പരിപാടിയൊക്കെയുണ്ട്. ഫസ്റ്റ് പ്ലേ സോൺ വീഴുകയെന്ന് വെച്ചാൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ്. പുള്ളി ഓഫ്ലൈൻ ആയിരിക്കും, ചില സമയത്ത് ചിലർക്ക് ഓഫ്ലൈനായി മാറുന്നുണ്ട്. എന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ ലൈവ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രാക്ക് ഷോട്ട് അവിടെ ഇപ്പോൾ സ്റ്റിൽ നിൽക്കുകയാണ്. ക്രാക്ക് ഷോട്ട് കിട്ടിയ പ്ലീസ് TOD. ഞാൻ ബാലി അക്കീറ, നോട്ട് ബാലി അക്കീറ. ശരി, ഓക്കെ, സോറി ബ്രോ, സോറി. ബാലി അക്കീറ എന്നല്ലേ പറഞ്ഞത്? ബാലി അക്കീറ എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞല്ലേ? എന്തായാലും ബാലി അക്കീറ, അതെ, ബലി അക്കീരയാണോ ബാലിയ അക്കീര എന്നാണോ അതോ ബാല അക്കീര എന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത് ബ്രോ? ബാലി അക്കീര എന്ന സ്പേസ്, ബാലി കഴിഞ്ഞ് സ്പേസ് ഉണ്ടോ? അതോ ബലി അക്കീര, ബലിയക്കറ, അത് ബലിയക്കിറ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ബലിയക്കിറ എന്നാണോ ബാലി അക്കീര എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞു തന്നാണ്. ടീം 12 കാണിക്കാൻ. ടീം 12 എവിടെയാണ്? ടീം 12 ഡെമൻ ടീം എവിടെയാണ് നോക്കി നോക്കുക. അവിടെ എന്തായാലും പ്ലേസ് ഉള്ളവരെ തീർത്തിട്ടുണ്ട്. ഡെമൻ ടീം ഇവിടെയാണ്. ഡെമൻ ടീം ഇവിടെയാണ്. TOD ടീമിനെ കാണിക്കാൻ. ഡെമൻ്റെ ചിക്കിയും ദേവനും RB 89 ഇവിടെ പോകണം. TOD സോണോട് വന്നിരിക്കുകയാണ്. TOD ഫേക്ക് കോപ്പി കവേഴ്സും അതുപോലെ തന്നെ DOK ഇവിടെ നിൽപ്പുണ്ട്. സോ ഇവിടെ വിഷയം തന്നില്ല, ഫൈറ്റ് നടക്കുന്നില്ല. ഫൈറ്റ് നടക്കുന്ന പൊച്ചിങ്കിൽ തന്നെയാണ്. പക്ഷേ ഫൈറ്റ് നടക്കാൻ സാധ്യത. അടുത്ത് ഫൈറ്റ് നടക്കുക റൗഡി അവിടെ അടിക്കുന്നു. റൗഡി ഷോട്ട് അടിച്ച് നോക്കൗട്ട് ചെയ്യുന്ന പൊച്ചിങ്കിൽ അടി വരുന്നുണ്ട്. ഇനി അടുത്ത് റൈഡർ ഷോട്ട് മാത്രം. റൗഡി ഷോട്ട് നോക്കൗട്ട് ആയിട്ടുണ്ട്. റൈഡർ ഷോട്ട് മാത്രം ബാക്കി. റൈഡർ ഷോട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂ എടുക്കുന്നുണ്ട്. റൈഡർ ഷോട്ട് നോക്കൗട്ട് എടുക്കുന്നത്. സ്ലോട്ട് 12 കാണിച്ചു. ടീം ബാലി അക്കീർ എന്ന് കളിക്കുന്നുണ്ടെന്നറിയില്ല. നെറ്റ് തോന്നി എനിക്ക്, അതാണ് സംഭവം. നെറ്റ് പോയത് ആട് കയറി വരുന്നു അടിക്കുന്നു നോക്കൗട്ട്. അന്നേരം പൊളി അടിച്ച് നോക്കൗട്ടാക്കി കില്ല് കൺഫേം ചെയ്യുന്നു. പൊളിച്ച് കയറി വന്ന് ഫിനിഷ് കയറാൻ പറ്റില്ല. അതാണ് ഞാൻ മനസ്സിലായി. എനിക്ക് ഓഫ്ലൈനായി കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു, എനിക്ക് തോന്നി. എന്തായാലും ഒരാൾ കയറി വന്നു അടി വാങ്ങിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ടൈമിലാണ്, റൈറ്റ് ടൈമിൽ അവിടെ റിവൈവ് കംപ്ലീറ്റ് ആയതും കയറി വന്നു അടിച്ച് ഫിനിഷ് ആക്കുകയും ചെയ്തു. എൻ്റെ മുത്ത് നാസിർ 2 vs 2 സിറ്റുവേഷനിലോട്ട് പോയിരുന്നു. 2 vs 2 സിറ്റുവേഷൻ എന്ത് സംഭവിക്കും? 2 vs 2 സിറ്റുവേഷൻ ഷോർട്ട് ടീം വേഴ്സസ് നാസിർ ടീം. ഫൈറ്റ് ഈസ് ഓൺ മാൻ, ഫൈറ്റ് ഈസ് ഓൺ. നാസിർ ടീമിന് ഇനി ഒരാളും കൂടെ ഉള്ളൂ. നാസിർ രണ്ടുപേരുണ്ട്. നാസിൻ്റെ മുകളിൽ കയറുന്നു. നൈസായിട്ട് മുകളിൽ കയറി അടിക്കാനുള്ള പ്ലാനാണ്. നാസിർ നൈസായിട്ട് വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. വീടിൻ്റെ മുകളിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാണ് നാസിർ. ഇവിടെ പോട്ട്സി നാസിയോ 12 ടീമിനെ ഞാൻ കാണിച്ചു. ഡെമൻ ടീമിനെ കാണിച്ചു. ഡെമൻ ടീമിനോട് അടിയൊന്നും നടക്കുന്നില്ല. ഡെമൻ ടീമിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ എനിക്ക് അത് അവിടെ അടി വരുന്നു. റൈഡർ ചാടി ഓടി വന്ന് ചാടി ഓടി വന്ന് അടി വാങ്ങിച്ചിട്ടുണ്ട്. കിങ് നാസി അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. റൗഡിൻ്റെ കില്ല് കൺഫേം ചെയ്യും. അതിനിടയ്ക്ക് പോക്കിന്ന് അടി വരുന്നുണ്ട്. കിങ് നാസി ഷോർട്ട് റൈഡ് അടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് WMD FDS സെലോട്സ് യൂസ് അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. റൈഡർ അവിടെ കിങ് നാസി അടിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് സെലോട്സിനോട് ഫൈറ്റ് നടക്കുന്നു. സെലോട്സ് എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത് നോക്കണം. WMD ടീം സെലോട്സിന് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കുന്നില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോകേണ്ടിയിരിക്കുന്നു. WMD ടീമിലോട്ട് പോകണം. ഇവിടെ എന്തായാലും റൈഡറോടെ നിൽക്കണം. ഷോട്ടിന് റൈഡർ മാത്രമുണ്ട്. ബാക്കി റൈഡർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അവിടെ പെട്സ്നാസി അപ്പോൾ സൈഡിൽ നിൽപ്പുണ്ട്. ഇപ്പർ സൈഡിൽ കിങ്നാസ് ഗ്രനേഡ് അറിയുന്നത്. WMD പ്രൊഡക്ട്സ് വെച്ച് നോക്കൗട്ട് ആകുന്നു. WMD പ്രൊഡക്ട്സ് നോക്കൗട്ടാണ്. 2 പേര് നോക്കൗട്ടാണ്. 2 പേര് തൊട്ടടുത്തടുത്ത് നോക്കൗട്ടായി കിടപ്പുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ അടുത്ത കാണും? ഹോർനെറ്റ് കയറി വരുന്നുണ്ട്. ഹോർനെറ്റ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോർനെറ്റ് അടിച്ചു. ഒരാളെ നോക്കൗട്ടായി. ഹോർനെറ്റിന് അടുത്ത ആൾ കയറി വരുന്നു. അടുത്ത ആളെ നോക്കൗട്ടാക്കുന്നു. രണ്ടാമത്തെ ആളെ നോക്കൗട്ടാക്കി നടന്നില്ല. രണ്ടാമത്തെ ആളെ ഇങ്ങനെ ഫിനിഷ് അടിച്ച് നോക്കൗട്ടാക്കിയിട്ട് ഇനി അടുത്ത് ഒരാളും കൂടെ ബാക്കിയുണ്ട്. ഒരാൾ ഇവിടെ അടുത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സെലോട്സിന് ഒറ്റ പ്ലെയർ കൊണ്ട് ബാക്കിയുണ്ട്. സെലോട്സ് ഒരു പ്ലെയറോട് ഉണ്ടല്ലോ. സെലോട്സ് ഒരു പ്ലെയർ കുറച്ച് ദൂരെയാണ്. സെലോട്സ് ഒരു പ്ലെയർ നൈസായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. സോ സെലോട്സിന് വേറെ ഫൈറ്റ് എടുക്കാൻ പോയി. ടീമായിട്ട് ഫൈറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് തോന്നുന്നത്. അവിടെ ഫൈറ്റ് നടക്കില്ല. നമുക്ക് തിരിച്ച് ഷോർട്ട് റൈഡിനടുത്തോട്ട് പോകണം. ഇവിടെ തന്നെ നിൽക്കണമെന്ന് അറിയില്ല. എന്തായാലും WMD ഡെത്ത് ഫ്രീയുടെ കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ ഒരു തീരുമാനമാവും. ഷോർട്ട് ടീമായിട്ട് ചിലപ്പോൾ ഫൈറ്റ് എടുക്കില്ല. അവർ വണ്ടി എടുത്ത് പോയപ്പോഴത്തെ ബ്ലാക്ക് ഗോസ്റ്റോടെ വണ്ടിയിൽ നിന്ന് പ്ലേസ് കൊണ്ട് നോക്കൗട്ടാണ്. ബ്ലാക്ക് ഗോസ്റ്റ് നോക്കൗട്ടാണ്. സോ 15 45 പ്ലേസായിട്ട് മാറും. 15 പ്ലേസായിട്ട് മാറുന്നത്. ഷോർട്ട് റൈഡ് നൈസായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഷോർട്ട് റൈഡിൻ്റെ ഓപ്പോസിറ്റ് നാസിർ ടീം നിൽപ്പുണ്ട്. നാസിർ ടീം 2 നിൽപ്പുണ്ട്. നോക്കുക നാസിർ പുഷ് ചെയ്യില്ലെന്നുള്ള അറിയില്ല. നാസിർ കിങ് നാസിയുടെ നൈസായിട്ട് നിൽപ്പുണ്ട്. കിങ് നാസി അടിക്കുന്നുണ്ട്. ഷോർട്ട് റൈഡിന് എടുത്തിട്ട് ഒരു എക്സ്പോഷൻ ഒരു ക്യാനൊക്കെ അടിച്ചൊരു എക്സ്പ്ലോഷനൊക്കെ നടത്തി രക്ഷയില്ല. എന്തായാലും പൊട്സ്നാസ് നൈസായിട്ട് മോളിൽ കൂടെ ഒക്കെ താഴെ ചാടി അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത്. ഇപ്പോഴത്തോടെ കിങ് നാസിയും പൊട്സ്നാസിയും കൂടെ അവിടെ നിൽപ്പുണ്ട്. എന്ന് പൊട്സ്നാസ് നൈസായിട്ട് താഴെ ചാടി എൻ്റെ മുത്തേ അതൊരു OP മൂവാണ്. കറക്റ്റായിട്ട് ഡോർ വന്ന് അടിക്കാൻ പറ്റും. ഡോർ വന്ന് അടിക്കുന്നത് എൻ്റെ മുത്തേ സൂപ്പർ എക്സലൻറ്റ് ഗെയിം പ്ലേ. എങ്ങനെ കില്ല് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് അടിച്ചാൽ കില്ല് കൺഫേം ആയിട്ടുണ്ട്. സോ ഷോർട്ട് ടീം അങ്ങനെ തീരുന്നുണ്ട്. ഷോർട്ട് ടീം വേറെ ആരും ഇല്ല. അവിടെ ഉള്ള ഒരാൾ ഓഫ്ലൈനാണ്. സോ പുള്ളിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഇതൊരു അതിനെ പുള്ളിയെ കണ്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ കുഴപ്പമില്ല. സെലോട്സ് ടീം വേഴ്സസ്
വേഴ്സസ് റോ ടീം ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സെലോട്സ് ടീം വേഴ്സസ് റോ ടീമിൻ്റെ നെമസിനെ അടിച്ച് സെലോട്സിൻ്റെ ഫോക്സ് അടിച്ച് നോക്കൗട്ട് ആകുന്നു. സെലോട്സിന് ഡോട്ട്സ് അടിച്ച് നോക്കൗട്ട് ആകുന്ന ഒരു ടീം നോക്കൗട്ട്. വേറെ ഷോർട്ട് റൈഡറിൻ്റെ കില്ല് കൺഫേം ആകുന്നു. സോ ഇവിടെ നോക്കാം റോ ടീം വേഴ്സസ് സെലോട്സിനെ ആറ്റത്തിന് അടിച്ച് നോക്കൗട്ട് ആകുന്നു. റോ തിരിച്ചടിക്കുന്നു. റോയുടെ നെമസിനെ അടിച്ച് കില്ല് കൺഫേം ആകുന്നു. സോ റോ ടീം വേഴ്സസ് സെലോട്സിന് കട്ടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോ ടീം വേഴ്സസ് സെലോട്സിൻ്റെ ആറ്റത്തിന് കില്ല് കൺഫേം ആകുന്നു. റോയുടെ ക്രൈസിനെ അടിച്ച് ഫിനിഷ് ആക്കുന്നു. റോയുടെ സെലോട്സിൻ്റെ ഫോക്സ് നോക്കൗട്ട് ആകുന്നു. റോയുടെ ദാസൻ നോക്കൗട്ട് ആകുന്നു. റോയുടെ മൂസ് നോക്കൗട്ട്. സോ റോ ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ആകുന്നു. സെലോട്സ് ടീം ഒരാൾ മാത്രം ഫിനിഷ് ആകുന്നു. റോ ടീം സെലോട്സ് ടീമിൻ്റെ ആറ്റം മാത്രം ഫിനിഷ് ആകുന്നു. ബാക്കി എല്ലാവരും ഫിനിഷ് ആക്കുന്നു. സെലോട്സ് ടീം ഒരു 10 കിലോ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗെയിം പ്ലേ. സോ നമുക്കിനി ആരെ ടീമിനെ കാണിക്കാൻ പറഞ്ഞാൽ WMD ടീമിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. TOD ടീമിൽ നിൽപ്പുണ്ട്. ഡെമൺ ടീമിനെ ഒന്നുകൂടെ കാണിച്ചേക്കാം. ഡെമൺ ടീം ഇവിടെ നിൽപ്പുണ്ട്. RV8 ദേവനും ചെക്ക് ചെയ്യാൻ നമ്മൾ നിൽപ്പുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉള്ളത് നോക്കിയാൽ ടോഡിൻ്റെ ഡിയോക്സിയും ക്യാസും ഫേക്ക് കോപ്പി നിൽപ്പുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല. വേറെ ആരെയും നിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ മച്ചാൻസിനോട് കയറി വരുന്നുണ്ട്. ഡെല്ലിറ്റ് കയറി വരുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. എന്തായാലും ലൈവ് ഉണ്ട്. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. TN47 ടീമിനോട് നോക്കാൻ ടീം 17 T47 ടീമാണ്. T47 ടീമിൻ്റെ T47 നിക്കവിടെ നോക്കൗട്ട് ആവുമോ? അത് വണ്ടിക്കകത്ത് സോണിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോണി കയറിട്ടുണ്ട്. വിഷയമില്ല. സോണി കയറി നൈസായിട്ട് ഇറങ്ങുന്നുണ്ട്. സോ നിക്ക് 47 കയ്യിൽ ഒരു ഹെൽത്ത് കിറ്റൊക്കെ ഉണ്ട്. ബാൻഡേജൊക്കെ അടിക്കാൻ സമയമുണ്ട്. ബാൻഡേജ് ഫസ്റ്റ് എയ്ഡ് അടിക്കുന്നുണ്ട്. വിഷയമൊന്നുമില്ല. അടുത്ത അടി നടക്കാൻ ചാൻസ്. സൂസൈഡ് സ്ക്വാഡ് ചോദിച്ചു. സൂസൈഡ് സ്ക്വാഡ് അവിടെ വൈറ്റോ കൊർലിയനും ജോക്കറും കോൺട്രയും മാഡ്മാക്സും കൂടെ എടുത്തിട്ടുണ്ട്. അവർ കുറച്ച് അടുത്ത ടീമിൽ 5 കൂടെ പോയെന്നുള്ള വിഷയമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ ടീം 5ഉം 21 കാണുമെന്ന് ഡൗട്ടുണ്ട്. ഇല്ല, കാണുന്നില്ല. വേറെ വിഷയമൊന്നുമില്ല. വേറെ ഫൈറ്റുകൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 14 ടീം 38 പ്ലേയേഴ്സ് വരെ 14 ടീം SS ടീം 12 നടന്നിട്ട് പിന്നെ അല്ല എല്ലാ അടിപൊളി ടീം 12 തീർന്നു. അതല്ലേ ടീം 12 തീർന്നില്ല. ടീം 12 ഡെമൺ ടീം ഞാൻ കാണിച്ചു. ടീം 12 ഞാൻ കാണിച്ചു. ടീം സോണിലോട്ട് വന്നിരിക്കുന്നത്. സോണിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഡ്രോപ്പിൽ എന്താ നോക്കിയാൽ ഡ്രോപ്പിലൊന്നും ഇല്ലേ. ഡ്രോപ്പിലൊരു ഓഗും മിലിറ്ററി ബേഴ്സ് ഫെസ്റ്റും ഒക്കെ ഉണ്ട്. ക്രാക്ക് ഷോട്ട് അത് 22 ദിവസം അങ്ങനെ 13-37 പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത്. ഓഗും ലെവൽ 3 സാധനവും മെഡിക്കിറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ വന്നെടുക്കാൻ. ഡെമൺ ടീമിന് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഡെമൺ ടീം തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ടീം 21 പോകാം. 21 ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. 21 ഒറ്റ പ്ലെയർ കാർണിറ്റി വെച്ച് നിൽക്കുകയാണ്. കാർണിറ്റി വെച്ച് നോക്കുകയാണ്. അപ്പുറത്തേക്ക് ടീം 5 ഉണ്ട്. തൊട്ടപ്പുറത്തന്നെ വേറെ ടീമുണ്ട്. ടീം 5 നേരെ വണ്ടി എടുത്ത് പോകുന്ന. ടീം 7 നൈസായിട്ട് പോകുന്നത് ഓക്സൺ ടീമാണ്. ടീം 7 ഓക്സൺ ടീമാണ്. എന്നാലും ഫൈറ്റ് ഹെറും നടക്കുന്നില്ല. എന്തായാലും ലൈവ് കാണുന്നില്ല. ലൈവ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. SS ഇപ്പോൾ കാണിച്ചുള്ളൂ ബ്രോ. SS ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമൊന്നുമില്ല. സെലോട്സും കൂടെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അടി കിടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടി നടക്കില്ല. ഒരു വിഷയമില്ല. എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നു. വേറെ അടിയും നടക്കുന്നില്ല. എല്ലാം ഓക്കെ. അവിടെ അടി നടക്കുന്നു. അവരുടെ മച്ചാൻസ് അടിക്കുന്നു. മച്ചാൻസ് IG എടുക്കുന്നു. മച്ചാൻസ് ഫൈറ്റ് എടുക്കുന്നു. മച്ചാൻസിലോട്ട് പോയി നോക്കാം. മച്ചാൻസ് IGയുടെ പ്ലേയേഴ്സിനെയൊക്കെ നോക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുക. സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് സൂപ്പർ എന്ന് പറയുന്നത്. സോ IG ടീമിന് ടോണിക്ക് എത്തിപ്പോൾ IG ടീമിന് ടോണിക്കും IG ടീമിൻ്റെ ഷോക്കിങ് മാത്രമേ ബാക്കിയുള്ളൂ. ഷോക്കിങ് ടോണിക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. രണ്ടുപേരും ഫിനിഷ് ആയിട്ടുണ്ട്. IG 2 പ്ലെയറെ നോക്കൗട്ടാക്കി. ബ്ലറി ഫേസ് എക്സിനെ ഗാർഡിയനെ നോക്കൗട്ടാക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മച്ചാൻസ് പുറകിൽ നിന്ന് പറയുന്നത് അടിക്കുന്നുണ്ട്. കണക്റ്റ് ആവുന്നില്ല. കണക്റ്റാവാത്തത് ബാക്കിയില്ലെങ്കിൽ ഫിനിഷ് ആയതിനെ വണ്ടിക്ക് താഴെ തിരിച്ച് വീഴുന്നുണ്ട്. സോ മച്ചാൻസിലൂടെ തിരിച്ച് പോയി നോക്കാം. മച്ചാൻസ് അവിടെ അടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കണക്റ്റ് ആവുന്നില്ല. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ലൈവ് കണ്ടത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടീം 20 vs 24 അടിക്കാൻ ചാൻസ് ഉണ്ട്. ടീം 20 vs 24 ഫൈറ്റിന് ചാൻസ്. ഹായ് ശ്രുതി. വെൽക്കം സ്ട്രീം ശ്രുതി. വെൽക്കം. സോ സെലോട്ട് CG അടിച്ച് നോക്കൗട്ട് ആവുന്നു. സെലോട്സ് ഒരു പ്ലെയർ നോക്കൗട്ട് ആവുന്നു. വണ്ടി അടിച്ച് പൊട്ടിക്കുന്നു. സോ അടുത്ത പ്ലെയർ സെലോട്ട് CGയുടെ കില്ല് കൺഫേം ചെയ്യുന്നു. സെലോട്സ് ബാക്കി 2 പ്ലേയേഴ്സ് കൂടെ മാത്രം ബാക്കി. ഫോക്സും സീസും മാത്രം ബാക്കി. നോക്കാം. SSL സ്കീം നടത്താൻ ഫൈറ്റ് നടക്കുന്നത്. SSL ടീം സൂസൈഡ് സ്കീം ആയിട്ട് ഫൈറ്റ് നടക്കുന്നു. സെലോട്സ് ടീം നോക്കിയാൽ സെലോട്സ് ഇതുവരെ നിലവിൽ 10-11 കില്ല് എടുത്തിട്ടുണ്ട്. എത്ര കില്ല് എടുത്തു? 10 കില്ല് എടുത്തിട്ടുണ്ട്. സോ സെലോട്ട് ടീം SSL സ്കീം നിൽക്കുന്നവർ ഒരിക്കലും ഐഡിയ ഉണ്ടായില്ല. സെലോട്ട് ടീമിന് ഫോക്സും സീസും മാത്രം ബാക്കി. നോക്കാം സെലോട്ട് ടീം എന്ത് ചെയ്യാൻ പറ്റും. സെലോട്ട് ടീമിന് കില്ല് കൺഫേം ആക്കാൻ പറ്റുമോ SSL ടീമിന്? അത് തിരിച്ചടിക്കും. അവിടെ സ്കളിനെ അടിച്ചിട്ടുണ്ട്. സ്കളിൻ്റെ പ്ലെയറിനെ അടിച്ചിട്ടുണ്ട്. സെലോട്സിൻ്റെ പ്ലെയർ അതോടെ അടി. ഇത് സ്കളിൻ്റെ ഇവിടെ നോക്കൗട്ടാക്കി. ഇതിൻ്റെ പൊന്നെ അവിടെ ഞാൻ കാണുന്നുണ്ടല്ലേ. ഓക്കെ ബ്രോ. ഓക്കെ താങ്ക് യു. സ്കളിൻ്റെ ഒരു പ്ലെയറിനെ അടിച്ച് ഫിനിഷ് ആക്കി. T47 നിക്ക് മാത്രം ബാക്കിയാവുന്നു. അവിടെ സെലോട്സ് യൂസ് കയറി പോകുന്നുണ്ട്. എൻ്റെ പൊന്നെ സെലോട്സ് ഓടി നടന്ന് ഫൈറ്റ് എടുക്കുകയാണ്. സെലോട്സ് ഓടി വന്ന് ഫൈറ്റ് എടുക്കും. സെലോട്സ് അവിടുന്ന് നൈസായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. സെലോട്സ് കയറി പോകുന്നു. സെലോട്സ് മാഡ്മാക്സിനെ അടിച്ച് നോക്കൗട്ട് ആവുന്നു. സെലോട്സ് മാഡ്മാക്സിനെ അടിച്ച് നോക്കൗട്ട് കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. അവരുടെ ബാക്കിലൂടെ വണ്ടി വരുന്നുണ്ട്. മാഡ്മാക്സിൻ്റെ കില്ല് കൺഫേം ചെയ്ത് സെലോട്സിൻ്റെ അടുത്ത പ്ലെയർ ആയിരുന്നു. സെലോട്സ് SSLൻ്റെ ബാത്ത പ്ലെയർ കയറുന്നുണ്ട്. സെലോട്സിൻ്റെ ഫോക്സിൻ്റെ ഹെൽത്ത് കുറവാണ്. SSL മാഡ്മാക്സിൻ്റെ കില്ല് കംപ്ലീറ്റ് കുറഞ്ഞിരിക്കുകയാണ്. സെലോട്സിൻ്റെ ഫോക്സിൻ്റെ എക്സ്പ്ലോഷനിലൂടെ നോക്കൗട്ടാക്കി. പക്ഷേ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സെലോട്സ് ടീമിനെ കട്ടയ്ക്ക് വൈപ്പ് ആക്കിയിട്ടുണ്ട്. SS ടീം ഒരാളെ നഷ്ടമായെങ്കിലും പക്ഷേ അവരെല്ലാം വൈപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സെലോട്സ് ടീം 12 കില്ല് എടുത്തിട്ടാണ് വൈപ്പ് ആയത്. സോ എന്തായാലും ഓസം ഗെയിം പ്ലേ ഫ്രം സെലോട്സ്.
വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ നോക്കിയാൽ വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ലൈവ് ആണെന്നല്ലേ ലൈവിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. ശ്രുതി എസ്ട്രാജ് ഞാൻ കാണുന്നുണ്ടല്ലേ. ശ്രുതി എസ്ട്രാജ് താങ്ക് യു ശ്രുതി സാർ. ശ്രുതി ഞാൻ പറഞ്ഞില്ല, ശ്രുതി TMC കാണാൻ വേണ്ടിയാണ് ആദ്യം ലൈവ് വന്നത്, പിന്നെ സ്ഥിരം ലൈവ് വരാറുണ്ട്. താങ്ക് യു ശ്രുതി, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്നാലും ലൈവ് കാണുന്നില്ല, ലൈവ് ശക്തമായി സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം കൂടുതലാണ്. സബ്സ്ക്രിപ്ഷൻ കുറയുന്നു, സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. ഒരു നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്നു, ആരും വരുന്നില്ല. എന്താണ് അത്ര മോശമാണോ ലൈവ് എന്താണെന്ന് അറിയില്ല. എന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരുന്ന ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്താ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, നല്ല ഉറക്കം വരുന്നു. ഓക്കെ, ലൈവിൽ ആരും ഇല്ല. ലൈവിൽ നിങ്ങൾ സംസാരിച്ചിടത്തായിരിക്കും ഉറക്കം മാറി കിട്ടിയത്. നിങ്ങൾ ലൈവ് സംസാരിക്കുമോ, നമ്മൾ സംസാരിക്കാം. സോ നോക്കാം. ടീം 17 ഒറ്റയ്ക്ക് നിൽക്കാൻ DG ടീമിൻ്റെ അടുത്തോടാണ് പോകുന്നത്. DG ടീമിനൊന്നും കണ്ടതില്ല. DG മലയാളീസും നോയ്സി പോയി മെൽറാക്കിനും പടയിൽ പോയി ഉണ്ട്. ബാബ ഇറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. നോക്കാം. അടുത്ത് വേറെ ഫൈറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ടീം 7 ടീം ഓക്സൻ ടീം വേഴ്സസ് SSC ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. SSC ടീമിൻ്റെ അടുത്ത് പോയി നോക്കാം. SSC തൊട്ടടുത്ത് ഓക്സൻ തൊട്ടടുത്തുള്ള വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. ഓക്സൻ ടീം തൊട്ടടുത്തുണ്ട്. ഓക്സി വരെ ചിലപ്പോൾ ഒരു ഫൈറ്റ് എടുത്തേക്കാം. വണ്ടി പോകുന്നുണ്ട്. വണ്ടി അടിക്കും ഒന്നും നോക്കട്ടെ. അടിമേൻ ഷാജിട്ട് അടി, അങ്ങോട്ട് അടിക്കുന്നില്ല. സോ ഫൈറ്റ് നടക്കുന്നില്ല. 25 ടീം 25 ഫൈറ്റ് നടക്കാം. TOD ടീം വേഴ്സസ് ടീം നമ്പർ 17. TN47 നിൽക്കുന്ന നേരെ ഒരു ഗ്രനേഡ് കയറുന്നു. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അറിയാം. നോക്കട്ടെ. റിസൾട്ട് ഉണ്ടാക്കില്ല, തിരിച്ച് ഗ്രനേഡ് വരുന്നു. TN ഒറ്റ ഒരാളേ ഉള്ളൂ. കയറി അടിയാൻ കൂടെ 3 പേരില്ല. ചറ പറയാതെ കയറി അടിക്കുക, തീർക്കുക. T47 ടീമിൻ്റെ നല്ല ഹെൽത്ത് കുറച്ചിട്ടുണ്ട്. ഇപ്പം കയറി അടിക്കാൻ പറ്റി. എനിക്ക് ഇപ്പോഴത്തെ വേറെ എഴുതുന്നുണ്ട്. ഓക്സൻ ടീമും DG ടീമും ഫൈറ്റ് വെക്കുന്നു. സോ T47 നോക്കിയാൽ T47 നോക്കിയാൽ നിൽക്കുന്നതിൽ 4 ബാൻഡേജ് ഉണ്ട്. ആ ബാൻഡേജും കൂടി അടിച്ചാൽ മതിയായിരുന്നു. ബാൻഡേജ് അടിക്കുന്നില്ല, എന്താണെന്നറിയില്ല. അവിടെ നോക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും കയറി വന്ന് ചാടി നോക്കുന്നുണ്ട്. ആരെങ്കിലും നിൽക്കുന്നുണ്ട്. T47 നിൽക്കുള്ളവരെ അറിയാമല്ലോ. നിൽക്കുള്ളവർ തന്നെ വെയിറ്റ് നിൽക്കുക. T47 നിൽക്കും ടാഗ് കിട്ടുന്നുണ്ട്. അവിടെ അടിക്കുന്നു. TG ടീം നൈസായിട്ട് അടിക്കുന്ന TG ടീം അല്ല TOD ടീം അടിച്ച് ഫിനിഷ് ആക്കി. TOD ടീമിനെ കയറി മച്ചാൻസ് കയറി പുഷ് ചെയ്യുന്നുണ്ട്. TOD ടീമിനെ പുഷ് ചെയ്യുന്നുണ്ട്. മച്ചാൻസ് ടീം പുഷ് ചെയ്ത് ഫിനിഷ് ആക്കിയെന്ന് ഡൗട്ടുണ്ട്. TOD ടീമിനെ വൈപ്പാക്കി എന്ന് തോന്നുന്നു കേസ്. TOD ടീമിനെ വൈപ്പാക്കി. ഇതിന് കൊണ്ട് TOD ടീമിനെ കട്ട കയറി മച്ചാൻസ് ടീം പുഷ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ ഓക്സൻ ടീമിനോട് TG ടീം അടിക്കുന്നുണ്ട്. ഓക്സൻ സ്പെക്ടർ അടിച്ച് നോക്കൗട്ട് ആകുന്നുണ്ട്. മച്ചാൻസ് TGയും ഓക്സൻ തമ്മിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. മച്ചാൻസ് TGയും ഓക്സൻ തമ്മിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം എന്തായാലും ഫൈറ്റ് നടക്കുന്ന എല്ലാവരും ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഫിനിഷ് ചെയ്യാൻ അവിടെ SS ടീം അടിക്കുന്നത്. SS ടീമാണ് DNC ടീമിനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടില്ല. ഫിനിഷ് ആക്കിയിട്ടില്ല. ഒരാളും കൂടെ ബാക്കി. DNC വോൾഡ്മോർട്ട് മാത്രമേ. DNC വോൾഡ്മോർട്ട് അടിക്കുന്നില്ല. DNC വോൾഡ്മോർട്ട് ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. വണ്ടിക്ക് അടിയിട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടി അടിച്ച് പൊട്ടിക്കാനുള്ള പ്ലാനാണ്. വണ്ടി അടിച്ച് പൊട്ടിച്ച ഫിനിഷ് ആകാതെ SSൻ്റെ കോണ്ട അടിച്ച് പുറകെ നിൽക്കുന്നത്. WD ഡെത്ത് ഫെയർ അടിച്ച് നോക്കൗട്ട് ആവുന്നു. WD നെറ്റ് ഫെയർ നൈസായിട്ട് നോക്കാം. ഡെഡ്ലി പ്ലീസ് ഡെഡ്ലിയെ കാണിക്കാൻ പറ്റും. ഡെഡ്ലിയുടെ തിരിച്ചടി വരുന്ന WD ടീം തിരിച്ചടിയുന്നു. WD നൈസായിട്ട് മാറുന്നു. എസ്കേപ്പ് ആയി പോകുന്നു. ഓടി രക്ഷപ്പെടാനുള്ള പ്ലാനാണെന്ന് WD നൈസായിട്ട് ഒരടി കൂട്ടിയ WD ഡെത്ത് ഫെയർ ആയിട്ട് ഫിനിഷ് ആകാൻ സാധ്യതയില്ല. WD ഡെത്ത് ഫെയർ ഒരടി കിട്ടിയില്ല. ഒരടി കൊണ്ട് കിട്ടുന്നെങ്കിൽ ഫിനിഷ് ആയതിനെ കാര്യം ലാസ്റ്റ് മാനാണ്. നോക്കൗട്ടില്ല, ഡയറക്റ്റ് കില്ലാണ്. സീത കിൽ. അതിനിടെ അപ്പുറത്ത് അടിയിരുന്നു 100 ഡെഡ്ലിയുടെ അടി എടുക്കുന്നു. ഡെഡ്ലി ടീമിനടുത്ത് പോകുന്നത് 100 നോക്കൗട്ട് ആവുന്നു. ഡെഡ്ലി ടീമിനെ സ്പെക്ക് ചെയ്യാൻ പറയുന്നത് നോക്കൗട്ടായി. സോ ഡെഡ്ലി ടീമിൻ്റെ തൊട്ടടുത്ത് ഫൈറ്റ് നടക്കുന്നു. ഡെഡ്ലി ടീം 12 ആയിട്ടാണ് തോന്നുന്നു ഫൈറ്റ് എടുക്കുന്നത്. ഡെമൺ ടീമിൻ്റെ ഫൈറ്റ് എടുക്കാൻ തോന്നുന്നു. നോക്കാം. ഡെഡ്ലി ടീമിനോട് നോക്കാം. ഡെഡ്ലി ധനിലും ഹണ്ടുമാണ് ഇവിടെ ഉള്ളത്. ഡെഡ്ലി ഒരാളും ഡെഡ്ലി 2 പേരുള്ളൂ. ഇല്ല VPT ആദ്യം ഓഫ്ലൈനെ ഫിനിഷ് ആയിട്ടുണ്ട്. സൂസൈഡ് സ്കോഡ് എന്ന് പറയുന്നത് പിന്നെ സൂസൈഡ് സ്കോഡ് കട്ട സപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ലൈവ് കാണുന്നതിന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസസ് ഉണ്ടോ എന്ന് നോക്കാം. SS ടീമും ഡെത്ത് ഫ്രീ ടീമാർ ചിലപ്പോൾ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടീം നമ്പർ 14 സ്പെക്സ് എന്ന് പറയുന്നത് ടീം 14 സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു. ടീം 14 സ്പെക്ക് ചെയ്യാൻ. ടീം 14 പേരെന്താണെന്ന് അറിയാം. ഇവിടെ ഫൈറ്റ് ഇറങ്ങുന്നത് ഏത് ടീമൊക്കെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഡെമൺ ടീം ആരെയൊക്കെ അടിക്കുന്നുണ്ട്. ഡെമൺ ടീം ആരെ അടിക്കുന്നതെന്ന് അറിയില്ല. ഡെമൺ ടീം എന്തായാലും ആരെ അടിക്കുന്നുണ്ട്. ഡെമൺ നൈസായിട്ട് ടീം 14 ആണ്. ടീം 14 ഓൾറെഡി ഫിനിഷ് ആയോ എന്ന് സംശയമുണ്ട്. ടീം 14 ഇല്ല. DNC വോൾഡിമോട്ട് ഒറ്റയ്ക്കാണ്. DNC വോൾഡിമോട്ട് ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. ഇവിടെ അടിക്കുന്നു. ഇവിടെ ആരടിക്കുന്നു? ഇവിടെ നൈസായിട്ട് ഡെഡ്ലി അടിക്കുന്നുണ്ട്. ഡെഡ്ലി നൈസായിട്ട് അടിക്കുന്നുണ്ട്. 100 ഡെഡ്ലി നൈസായിട്ട് IG ടോക്സിക്കിന് അടിച്ച് നോക്കൗട്ട്. IG ടോക്സിക്കിന് അടിച്ച് നൈസായിട്ട് നോക്കൗട്ട് ആകുന്നത്. മുകളിലാണ് ടോക്സിക്കിന് നോക്കൗട്ട് ആകണം ഒരാൾ. IG ടോക്സിന് സൈക്കോ കിങ് മാത്രം ബാക്കി. സൈക്കോ കിങ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? സൈക്കോ കിങ് നൈസായിട്ട് വണ്ടിയിട്ട് കവറിൻ്റെ നിൽക്കുകയാണ്. കണ്ടിട്ട് കവറിനെടുത്ത് IG ടോക്സിക് മാക്സിമം റിവ്യൂ കൊടുക്കുന്നുണ്ട്. SS ടീം വേഴ്സസ് ട്രാക്ക് ടീം എന്ന് പറയുന്നുണ്ട്. SS ടീം വേഴ്സസ് ട്രാക്ക് ടീം ഫൈറ്റ് കളിക്കണമെന്നാണ് പറയുന്നത്. സോ മച്ചാൻസിനെ WMD അടിക്കുന്നുണ്ട്. WMD ടീം മച്ചാൻസിൻ്റെ ഒരു പ്ലെയറിനെ അടിച്ച് നോക്കട്ടെ. പക്ഷേ WMD ഡെത്ത് ഫെയറിനെ അടിക്കില്ല കൺഫേം ചെയ്തു. മച്ചാൻസ് ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നു. WMD ഒരാൾ മാത്രം ബാക്കിയുണ്ട്. കില്ല് കൺഫേം ആക്കിയിട്ട് തോന്നുന്നത്. ലൈവ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കുന്നില്ല. ഡെഡ്ലിക്കിട്ട് അടി വരുന്നുണ്ട്. ഡെഡ്ലി ടീം നേരെ വണ്ടി എടുത്ത് പോയിരുന്നു. സോ ഡെഡ്ലി ടീം ടാഗ് വിട്ട് ഡെഡ്ലി നെക്സ്റ്റ് എസ്കേപ്പ് ആയിട്ട് ഇടുന്ന കയറി ചെയ്ത ടീം 7 എടുത്തോണ്ട്. ടീം 7 ഏത് ടീമാണ്? ടീം 7 ഓക്സൻ ടീമാണെന്ന് തോന്നുന്നു. സോ ഓക്സൻ ടീമിൽ നോക്കി നോക്കിയാണ് ഓക്സൻ നോക്കി കാണുകയാണെങ്കിൽ അടിക്കാം എന്നിരിക്കുകയാണ്.
റാക്ക് ടീം ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അവിടെ എസ് എസ് ടീം ടി ജി ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. എസ് എസ് ടീം ഫൈറ്റ് അങ്ങോട്ട് പോയി എസ് എസ് ടീം ടി ജി ടീം എസ് എസ് ടീം വേഴ്സസ് ടി ജി ടീം ഫൈറ്റ് നടക്കുന്നു. ടി ജി ടി പ്ലെയർ നോക്കട്ടെ. പടയപ്പ നോക്കൗട്ടാണ്. പടയപ്പ നോക്കൗട്ടാകുന്നു. പടയപ്പ റിവ്യൂക്കാർക്കിൽ പറ്റുന്നൊന്നുമില്ല. സോൺ ഔട്ടാണ് വിഷയമാണ്. എസ് എസ് ടീം വേഴ്സസ് ടി ജി ടീമാണ് നടക്കുന്നത്. എസ് എസ് ടീം വേഴ്സസ് ടി ജി ടീം നോക്കട്ടെ. അടുത്തടിക്കുന്നു വിക്ടർ പ്ലെയർ ടി ജി ടി എസ് എസ് ടി പ്ലെയറെ നോക്കട്ടെ. എസ് എസ് ജോക്കർ അടിക്കുന്നു. എസ് എസ് ജോക്കർ അടിക്കുന്നു. എസ് എസ് കോൺട്രയും ജോക്കർ മാത്രം ബാക്കി. എസ് എസ് കോൺട്രയും ജോക്കർ എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. എസ് എസ് ജോക്കറല്ലേ ഇത് ജോക്കർ നോക്കട്ടാകുന്നു. ജോക്കറിന് ഓക്സിൻ്റെ ഫ്യൂരി അടിച്ച് നോക്കട്ടാകുന്നു. എസ് എസിൻ്റെ കോൺട്ര മാത്രം. എസ് എസിൻ്റെ കോൺട്ര കെട്ടിങ് ചെയ്യാൻ പറ്റും. എസ് എസിൻ്റെ കോൺട്ര റൈസർ കവറിലോട്ട് പോകുന്നു. കവറിലോട്ട് പോയിട്ട് വിറ്റോ കവറിനെ ലിയോണ്ട് അടിച്ച് നോക്കട്ടാക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് പ്ലേസ് ഓൺ നോയ്സ് പോയി തീരുന്നുണ്ട്. പ്ലേസ് ഓൺ ടി ജി ടീം പ്ലേസ് ഓൺ തീർന്നു എല്ലാവരും. ഇല്ല തീർന്നെന്ന് തോന്നുന്നു. ഡെമൺ അടിക്കുന്നുണ്ട്. ഡെമൺ ടീമായിട്ട് ഡെഡ്ലി ടീം ഫൈറ്റ് നടത്തുന്നു. ഡെമൻ്റെ ചിക്കൻ നോക്കൗട്ടാണ്. ദേവൻ ക്രൂൽ ആറുമായിട്ട് നിൽപ്പുണ്ട്. റിവ്യൂ എടുക്കുന്നു. റിവ്യൂ കോട്ടസ് വന്നിട്ട് പിന്നെ റാക്ക് ടീം മാസ്റ്റർ വന്നിട്ട് പിന്നെ അല്ല എന്തായാലും ലൈവ് കണ്ടിരിക്കാൻ ലൈവ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കില്ല. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. മറന്നു പോകരുത്. ഇവിടെ നോക്കാം ഇവിടെ എന്ത് സംഭവിക്കും. എസ് എസ് പൊടി എന്ന് പറയുന്നത് ക്രൂവൽ WR8 100 നോക്കൗട്ടാകുന്നു. 100 തിരിച്ച് നോക്കൗട്ടാകുന്നു. 100 തിരിച്ച് ഡെമൺ ചിക്കൻ നോക്കൗട്ടാകുന്നു. ഡെമൺ ടീം ഇവിടെ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കും. ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് അടിച്ചു. പക്ഷേ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NS ബഡ്സിനെ അടിച്ച് നോക്കൗട്ടാകുന്നു. ഓക്സിൻ്റെ ലെജൻഡ് അടിച്ച് നോക്കൗട്ടാകുന്നു. മച്ചാൻസിൻ്റെ ഗ്രനേഡ് ഇടുന്നു. മച്ചാൻസിലോട്ട് പോയി നോക്കാം. മച്ചാൻസിന് ഒരാൾ നോക്കൗട്ടാണ്. മച്ചാൻസിൻ്റെ ബാക്കിയുള്ള പ്ലേസിലുണ്ട്. മച്ചാൻസിന് അങ്ങോട്ട് ഗ്രനേഡ് ഉണ്ട്. 100 അടിച്ച് നോക്കൗട്ട് 100 കില്ല് കൺഫേം ചെയ്യുന്നത് ധനിലോട് നിൽപ്പുണ്ട്. ധനിൽ എന്ത് ചെയ്യുന്ന അറിയില്ല. DNC മോൾട്ടുണ്ട്. മച്ചാൻസിന് 2 പ്ലെയർ നോക്കൗട്ടാണ്. സോ ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ടീം 3 എവിടെയാണ് 3 അടുത്ത് ഫൈറ്റ് നടക്കുന്നത്. എസ് എസ് ടീമിൻ്റെ ജോക്കറിനെ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. പൊട്സ്നാസിൻ്റെ കില്ല് കൺഫേം ചെയ്തു. ഓക്സിൻ ലെജൻഡ് കില്ല് കൺഫേം ചെയ്തു. സോ നെസസറി ടീമിൽ നോക്കൗട്ട് കിടക്കുന്നത്. ഓക്സിൻ്റെ ഫ്യൂരി കയറി പോകേണ്ട. ഓക്സിൻ്റെ ഫ്യൂരി കയറിപ്പോൾ അടിക്കാൻ പ്ലാൻ. ഓക്സിൻ്റെ ഫ്യൂരി നൈസായിട്ട് കയറി പോകുന്നു. ഓക്സിൻ്റെ ഫ്യൂരി നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ഓക്സിൻ്റെ ഫ്യൂരി കയറിപ്പോൾ അടിക്കാനുള്ള പ്ലാനാണോ അല്ലയോ എന്നറിയില്ല. ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ. എസ് എസ് ടീം അടിക്കുന്നു. ചെറപ്പറ അടിക്കുന്നു. ഡെമൺ ടീമിനെ അടിക്കുന്നുണ്ട്. ഡെമൺ ടീമിനെ ഓക്സിൻ ടീം അടിക്കുന്നുണ്ട്. ഡെമൺ ടീമിനെ ഓക്സിൻ ടീം അടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കട്ടെ. ഡെമൺ ടീമിനെ അടിച്ച് ട്രിപ്സ് ഉണ്ടാക്കുന്നില്ല. ചെറപ്പറ അടിക്കുന്നു. എസ് ജോക്കറുടെ പ്ലേസോട്ട് വീഴുന്നു. എസ് എല്ലിൻ്റെ ക്രൂവൽ R8 ഡെഡ്ലി അടിച്ച് നോക്കൗട്ടാകുന്നു. ക്രൂവൽ R8 അടിക്കുന്നു. തിരിച്ചടിക്കുന്നു. പിന്നെ ഒരു സോൺ ഔട്ടാണ്. ഡെമൺ ടീം സോണിക്കാണ്. ഡെമൻ്റെ ചെക്ക് സ്ലോ ചെയ്യുന്നു. ക്രൂവൽ പ്ലേസ് ഓൺ വീഴുന്നുണ്ട്. ഒറ്റ മാത്രം ഡെമൻ്റെ ദേവൻ മാത്രമേ ദേവൻ സോണിൽ കയറുന്നു. ദേവൻ തിരിച്ച് കയറി പോകുന്ന അടിച്ച് നോക്കൗട്ടാകുന്നു. ഓക്സിൻ്റെ ഹ്യൂരി അടിച്ച് നോക്കൗട്ട്. ഓക്സിൻ ലെജൻഡിൻ്റെ അവിടെ നിൽപ്പോൾ ഓക്സിൻ ലെജൻഡ് ദേവൻ്റെ പ്രസിഡൻറ്റ് ജോക്കർ പ്ലേസ് ഓൺ തീരുന്നുണ്ട്. സോ ആർ ടീം 12 പ്ലേയേഴ്സ് മാത്രമേ ആർ ടീം 12 പ്ലേയേഴ്സ് വരെ ചെറപ്പറ ആരൊക്കെ വീഴുന്നുണ്ട്. ഓക്സിൻ ടീമിയുടെ മച്ചാൻസ് വെച്ച് ഒരു പ്ലെയർ നോക്കൗട്ടാണ്. കിങ് നാസി ഇരിക്കുന്നുണ്ട്. ഡെമൻ്റെ ദേവ അവിടെ നിന്ന് ദേവൻ ഒറ്റയ്ക്കാണ്. ഓക്സിൻ ടീമിൽ കയറി പുഷ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ദേവൻ്റെ ദേവൻ അടിച്ച് നോക്കൗട്ടാകുന്നു. സോ അതുകൊണ്ട് നോക്കി എന്ത് സംഭവിക്കുന്നു. ദേവൻ നിൽപ്പുണ്ട്. ദേവൻ ഓപ്പി കളിക്കാൻ ഓക്സിൻ ബോങ്ക് അടിച്ച് നോക്കൗട്ടാകുന്നു. ദേവൻ ബോങ്ക് അടിച്ച് നോക്കൗട്ടാക്കുന്നു. ഓരോരുത്തരായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തുകൊണ്ട് ദേവൻ നല്ല ടാഗ് എടുത്തുണ്ട്. ഓയൻസി വോൾഡ്മോർട്ടിനോട് മച്ചാൻസിൻ്റെ ബാറ്റ്മാൻ അവിടെ ഫിനിഷ് ആകുന്നു. സോ 4 ടീം 10 പ്ലേയേഴ്സായിട്ട് മാറുന്നു. 4 ടീം 10 പ്ലേയേഴ്സ് നോക്കാം. ഇന്ന് വേറെ ലൈവ് ഉണ്ടോ? ഉണ്ട് ബ്രോ. ഇന്ന് ഒരുപാട് ലൈവാണ്. ഇന്ന് 7 ലൈവാണ് ടോട്ടൽ ഉള്ളത്. അതിലൊന്ന് മാത്രമാണ് ഈ ലൈവ്. ആദ്യത്തെയാണ് ഈ ലൈവ്. ഇനിയിപ്പോൾ ക്വാളിഫയർ ഉണ്ട്. മാച്ച് 4 ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു 8 റൂമുണ്ട്. അതിന് ശേഷം പിന്നെ ഒരു ഡെയിലി റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ MRX റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഡെയിലി കസ്റ്റം റൂമുണ്ട്. സുത്തേ റൂമുണ്ട്. 4 ടീമും 10 പ്ലേയേഴ്സ് വരെ മാറിയിട്ടുണ്ട് കളി. 4 ടീം 10 പ്ലേയേഴ്സ് നോക്കി അടുത്ത ഫൈറ്റ് നടക്കുന്നു. മച്ചാൻസിൻ്റെ ബ്ലഡ് ഡെമൻ്റെ ലാസ്റ്റ് പ്ലെയറിനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മച്ചാൻസിൻ്റെ ബ്ലഡ് അവിടെ ലാസ്റ്റ് പ്ലെയറിനെ അടിച്ച് ഫിനിഷ് ആക്കി. എൻ്റെ മൊത്തം ഇൻറ്റൻസ് ഫൈറ്റ് 3 ടീമും 9 പ്ലേയേഴ്സും 4 vs 2 vs 3 ഡെമൺ ടീം ഓക്സിൻ ടീമിൻ്റെ അടുത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് പുഷുണ്ട്. മച്ചാൻസ് ബാക്കിൽ നിന്ന് പുഷുണ്ട്. മച്ചാൻസ് ബാക്കിൽ നിന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അറിയില്ല. നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അവിടെ ഓക്സിൻ്റെ ഫ്യൂരി അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഓക്സിൻ്റെ ലെജൻഡ് ഇപ്പോൾ നോക്കൗട്ട് ആവാൻ സാധ്യത തിരിച്ചില്ല. ഓക്സിൻ്റെ സ്പെക്ടർ അടിച്ച് IG സ്പെക്ടർ നോക്കൗട്ട് സ്പെക്ടറെ നോക്കൗട്ട് ആവുന്നു. ഓക്സിൻ്റെ ബോങ് നോക്കൗട്ടാണ്. മച്ചാൻസ് ബ്ലഡ് അടിച്ചിട്ട് ഓക്സിൻ ഒറ്റ പ്ലെയർ മാത്രം. ഓക്സിൻ ലെജൻഡ് മാത്രം ബാക്കി. ഓക്സിൻ ലെജൻഡ് ഒറ്റയ്ക്ക് എന്തെങ്കിലും വരും. ഓക്സിൻ ലെജൻഡ് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീർന്നിട്ടുണ്ട് കളി. ആരൊക്കെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. IG ടീമിനെ ഓക്സിൻ ടീം അടിച്ചു. ഓക്സിൻ ടീമിനെ മച്ചാൻസ് ടീം അടിച്ചു തോന്നുന്നു. സ്വന്തം മച്ചാൻസ് ടീം എന്താ ചിക്കൻ ടീം കൊണ്ടുപോയിട്ടുണ്ട്. മച്ചാൻസ് ടീം ടോട്ടൽ 8ഉം 10ഉം 14ഉം 15 കിലോ വരെയാണ് മച്ചാൻസ് ടീം കിലോ എടുത്തത്. എനിക്ക് തോന്നുന്നു മച്ചാൻസിൻ്റെ ബ്ലഡ് ആയിരിക്കും ഇന്നത്തെ MVP. അതുകൊണ്ട് തന്നെ പണിപ്പാളി ഗൈസ്, പണിപ്പാളി. ഓക്കെ, ടോപ്പ് 7 വരെയുള്ള എടുക്കാം. ബാക്കിയുള്ള കില്ലും ഉണ്ട്. സോ നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ എന്തായാലും ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക്സ്, ലൈവ് കണ്ടുവരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ലൈവ് കണ്ടുവന്ന് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത മാച്ചിൽ കാണാം. SRA ഷാൻ സൈനിങ് ഫ്രം SRA ഗെയിമിംഗ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈജീൻ. താങ്ക് യു വെരി വെരി മച്ച്.